വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. നടുത്തളത്തിലിറങ്ങിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. എല്ലാം മനസ്സിലായി അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. Please resume your seat, please. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോകൂ. അടുത്ത വിഷയത്തിലോട്ട് കിടക്കണം. പ്ലീസ്. ഇന്നും നാളെ ചർച്ച ചെയ്താൽ മതി. ഇന്നും നാളെ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടല്ലോ. സർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ടി വി ഇബ്രാഹിം. സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മനുഷ്യ വികസന സൂചികയിൽ രാജ്യത്തിന് മാതൃകയായ കേരളത്തിൽ പോലും വിവിധ പ്രദേശങ്ങൾക്കിടയിൽ വികസനത്തിലും സർക്കാർ സേവനങ്ങളുടെ ലഭ്യതയിലും ഗണ്യമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ്. ജനസംഖ്യ പിന്നോക്കാവസ്ഥ പരിഗണിക്കുമ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ എല്ലാ ജില്ലകളിലും തുല്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഞാൻ ഈ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ്, അവതരിപ്പിച്ചതിന് ശേഷമാണ് പുതിയ വികസന പദ്ധതികളുടെ വിതരണത്തിലെ പ്രാദേശിക അന്തരം കുറയ്ക്കാൻ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അഡ്രസ് ചെയ്യുകയും എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും ബിനിൽ ലീല സാബു ഉണ്ട് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എന്തായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ഭരണപക്ഷത്തിനകത്തും തന്നെ പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷം അത് വലിയ അഴിമതി ആരോപണം അടക്കമായി തന്നെ അത് ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തര പ്രമേയമായി ഇത് അവതരിപ്പിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ അതിന് അനുമതിയില്ല നിലവിൽ. അതിന്റെ ഭാഗമായാണ് നിലവിൽ അവിടെ പ്രതിപക്ഷ പ്രതിഷേധമുള്ളത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ, അല്ലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയോ? എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? വിവരങ്ങൾ. ഷാമിലി, പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്തിരിക്കുന്നു. സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് റൂൾ 50 പ്രകാരം KN ബാലഗോപാൽ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിന് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ അറിയിച്ചത്. അതിന് കാരണമായി പറഞ്ഞത് ഇന്നും നാളെയും ബജറ്റ് ചർച്ചയാണ്. നേരത്തെ മുൻ റൂളിംഗ് ഉണ്ട്. അങ്ങനെ ബജറ്റ് ചർച്ചയുള്ളപ്പോൾ റൂൾ 50 അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ നിലപാട് എടുത്തത്. 2 തവണയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയം പറയാൻ എണീറ്റത്. ആദ്യം KN ബാലഗോപാൽ ഇത് അറിയിച്ചത്. എന്തുകൊണ്ടാണ് ഇത് ഭരണപക്ഷം എന്തുകൊണ്ട് ഇതിനെ ഭയക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം, ഇത് കർണാടക കേന്ദ്രീകരിച്ചുള്ള ബെക്കാഡി എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഇത് വേഗത്തിൽ ഈ നീക്കം നടത്തിയത്. ഫയൽ നീക്കം വേഗത്തിൽ നടത്തി. അത് അഴിമതിക്ക് വേണ്ടിയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിപ്പോൾ അംഗീകരിച്ചില്ല. അതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധമാണ് നടത്തിയത്. പിന്നീട് പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് ഇത്തരത്തിൽ വീണ്ടും ഇക്കാര്യം ചർച്ച ചെയ്യണം. യുവാക്കളെ പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഭരണപക്ഷത്തുള്ള MLA മാർ തന്നെ ചോദിച്ചത്. അതിന് രമേശ് ചെന്നിത്തല മറുപടി നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ഈ വീര്യം കുറഞ്ഞ
മദ്യത്തിന് അനുമതി അല്ലെങ്കിൽ നികുതി ഇളവ് നൽകുന്ന നടപടി, പ്രത്യേകിച്ച് നേരത്തെ തന്നെ മുൻ സർക്കാർ അവരുടെ അവകാശവാദം അവർ പറയുന്നത് ഈ ഹോർട്ടി വൈനുകൾക്കാണ്, കർഷകരെ സഹായിക്കുന്ന ഹോർട്ടി വൈനുകൾക്കാണ് കഴിഞ്ഞ സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അത് ഈ പ്രമുഖ അല്ലെങ്കിൽ സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഗുണകരമാകുന്ന രീതിയിലല്ല. അന്ന് തന്നെ നേരത്തെ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അന്ന് ബെക്കാഡി കമ്പനിക്ക്, പ്രത്യേകിച്ച് ബെക്കാഡി കമ്പനി അന്ന് വന്നതാണ്. പക്ഷേ അന്ന് തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യം, അന്ന് നികുതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബെക്കാഡി കമ്പനി ഇത്തരത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് വന്നിരുന്നു. അന്ന് നൽകാൻ കഴിയില്ല എന്നാണ് GST കമ്മീഷണർ അറിയിച്ചതെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഇടത് സർക്കാരിനെ ചാരി ഇത്തരത്തിൽ നികുതി ഇളവ് ചില അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നൽകുന്നത്. അത് ശരിയായ നടപടിയല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഈ സർക്കാർ പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നടപടിയാണ്, അതിന് തുടർച്ചയാണ് ഇത്, അതുകൊണ്ട് അത് നടപ്പിലാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ എക്സൈസ് മന്ത്രിക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. UDF ആകെ തന്നെ അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായം, കോൺഗ്രസിൽ ഒരു പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു നിലപാട് വേണം എന്ന വിമർശനം ഉയർന്നു. എക്സൈസ് മന്ത്രി M. ലിജു നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ചേംബറിലെത്തി അദ്ദേഹത്തെ കണ്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചു. ഇതിന് ഇളവ് നൽകാൻ കഴിയില്ല, അത് എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തതാണ്. പിന്നീട് സഭകൾ, മലങ്കര ഓർത്തഡോക്സ് സഭയടക്കം, സീറോ മലബാർ സഭയടക്കം, കത്തോലിക്ക സഭയടക്കം ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഇത് ഇടത് നയത്തിനെതിരാണെന്ന ഒരു കാര്യം, ക്ഷമിക്കണം, ഇത് UDFന്റെ നയങ്ങൾക്ക് എതിരാണെന്നൊരു കാര്യം കൂടി ഉയർത്തിക്കാട്ടുകയും ചെയ്തു. VM സുധീരൻ KPCC മുൻ പ്രസിഡന്റാണ്, അദ്ദേഹം തന്നെ ഇതിന് രംഗത്തേക്ക് വന്നു. ബജറ്റിലെ നിർദ്ദേശം അത് പിന്നോട്ട് പോകണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ഇതിൽ അന്ന് ബാറുകൾക്കും ബീവറേജുകൾക്കും ഒക്കെ പലയിടത്തും പൂട്ടേണ്ടി വന്ന ഒന്നായിരുന്നു. അത്തരത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചതാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, UDFന്റെ നയത്തിന് എതിരായ ഒന്നാണ് ബജറ്റിലെ നിർദ്ദേശം, അതിൽ പിന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും സഭയിൽ ഇന്ന് അതിശക്തമായ ഒരു വിമർശനമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ സ്പീക്കർ അത് അംഗീകരിച്ചില്ല. മുൻ റൂളിംഗുകൾ പ്രകാരം അദ്ദേഹം അടിയന്തര പ്രമേയത്തിന് ഈ നോട്ടീസ് അത് തള്ളുകയാണ് ചെയ്തത്. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ വാക്കൗട്ട് ചെയ്തിരിക്കുന്നു. ശ്യാമിലി, ബിനിലെ നിലവിൽ പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്തിരിക്കുന്നു. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് മുഖ്യമന്ത്രി ഇനി എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ നടത്തുമെന്നുള്ളതാണ്. അത് മുൻ സർക്കാരിൻ്റെ നയമായിരുന്നു. ആ നയത്തിൽ നിന്ന് ആകെ നമ്മൾ ഒരു നികുതി ഘടനയിൽ ഇളവ് നൽകി എന്നു മാത്രമേ ഉള്ളൂ എന്ന നിലപാടിൽ തന്നെ ഊന്നി മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു U-ടേൺ അടക്കം ഉണ്ടാകുമോ എന്നതടക്കമാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. ഇനി ഇത്തരമൊരു വിശദീകരണത്തിന് ഒരു സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് ഇനി നടക്കാൻ സാധ്യതയുള്ള കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട്?